റൂട്ടായിരിക്കും. അതുകൊണ്ട് ഇത് മഴ തിരിഞ്ഞു കഴിഞ്ഞാലും പോകത്തില്ല. പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ ഇപ്പോൾ ഒരു 3-4 മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ പൂക്കാൻ തുടങ്ങി. മാവ് ചെറിയൊരു വെറൈറ്റി വന്നതാണ്. നല്ല മഴ തന്നെ ആയിരിക്കുന്നത്. ഇതുപോലെ റൂട്ട് കിട്ടും. ഇതുപോലെ റൂട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബൊഗൺവില്ല എത്ര വർഷം കഴിഞ്ഞാലും നശിച്ചു പോകത്തില്ല. ഇത് നമ്മൾ നെറ്റിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഈ ചവിത്തിന്ന് വന്നതിന്റെ കഴിക്കാൻ തുടങ്ങി. പമ്പ് നമുക്ക് 1500 രൂപയ്ക്ക് നമുക്ക് ഓൾ കേരള. നമസ്കാരം, നമ്മൾ ഇന്നുള്ളത് കട്ടപ്പനയിലാണ്. കട്ടപ്പനയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി സംഭവം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കട്ടപ്പനയിൽ ഒരു സാറ് ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാം ഒരുപാട് ഭംഗിയായിട്ടുള്ള ചെടികൾ ഇങ്ങനെ നിൽക്കണ കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കണ്ടുപിടുത്തം ഉണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സാറിനെ വിളിക്കാം. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ചെടികളുടെയൊക്കെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നേരെ നമുക്ക് അനുസാറിന്റെ അടുത്തേക്ക് പോടാം. അപ്പൊ നമ്മോടൊപ്പം എന്താ ഈ ചെടി പിന്നിൽ കാണുന്ന ചെടികളുടെയൊക്കെ ആ ഒരു കണ്ടുപിടുത്തം, ഇങ്ങനെയാണ് മണ്ണില്ലാതെ അദ്ദേഹം ഇത് കണ്ടുപിടിച്ചെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അനുസാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈസി പോട്ട് എന്ന് പറഞ്ഞ റെഡിമെയ്ഡ് മിക്സാണ് നമ്മൾ ഈ ചെടിയെല്ലാം നട്ടിരിക്കുന്നത്. നമ്മുടെ വുഡ് ഇൻഡസ്ട്രിയുടെ വേസ്റ്റായിട്ട് വരുന്ന ചിന്തേരുപൊടി സംസ്കരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 3 വർഷമായിട്ട് നമ്മളിത് 3 വർഷമായി നമ്മളിത് മാർക്കറ്റിൽ ഇറക്കിയിട്ട് വളരെ നന്നായിട്ട് പോകുന്നു. വളരെ നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു ഈ ഒരു ക്വാളിറ്റിയിൽ വേറൊരു മിക്സും ഇല്ല ഇപ്പം നിലവിൽ. കേരളത്തിൽ ഓൾ ഇന്ത്യ നമ്മളിപ്പോൾ സപ്ലൈ ഉണ്ട്. ഓൾ ഇന്ത്യ ഡൽഹി വഴി ഓൾ ഇന്ത്യ ഉണ്ട്. APS ത്രൂ ഓൾ കേരള. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ കൂടിയത് കൊണ്ട് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട്. 50 കിലോയ്ക്ക് ട്രാൻസ്പോർട്ടിങ് ഉൾപ്പെടെ 1500 രൂപയേ ഉള്ളൂ. നേരത്തെ ഇതിൻ്റെ ഇരട്ടിയായിരുന്നു. അപ്പം പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ റേറ്റും കുറച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഇതൊന്ന് കാണിക്കാൻ പറ്റും നമുക്ക്? നമ്മുടെ എങ്ങനെയാണ് മണ്ണില്ലാതെ നമുക്ക് ഇത് എങ്ങനെയാണ് തീർച്ചയായിട്ടും കാണിച്ചു. പിന്നെ ഇവിടെ ഉള്ള ഒന്ന് ചെടികളൊന്നും സാർ ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ ബൊഗൺവില്ലയാണ് ഇപ്പോൾ ഏറ്റവും ഫ്ലവർ ഉള്ള ഈ വേനയ്ക്ക് ഏറ്റവും ഫ്ലവർ ഉള്ള സാധനം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ പോവും. ഇതൊക്കെ ഒരു 2 വർഷം 3 വർഷം ആയ പ്ലാന്റുകളാണ്. ഏത് മഴയത്ത് ഇപ്പോൾ ഇന്നലെയൊക്കെ രാത്രി ഫുള്ള് മഴയായിരുന്നു. നമ്മൾ ഒറ്റ പ്ലാന്റ് ഹൈബ്രിഡ് പ്ലാന്റ് പോലും മാറ്റി വെച്ചിട്ടില്ല. അതെല്ലാം മഴയത്ത് തന്നെ ഇരുന്ന് നനയും. ഒരെണ്ണം പോലും പോകത്തില്ല. വെള്ളം കെട്ടി നിന്ന് പോകത്തില്ല ഇതിനകത്ത്. കാരണം ബൊഗൺവില്ല സാധാരണ ഇപ്പം നമ്മൾ നഴ്സറിയിൽ നിന്നൊരു പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം കൂടെ പറിഞ്ഞ് കയ്യിലിരിക്കും. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ ഈ മിക്സിനകത്ത് ഉണ്ടോ ഫുൾ റൂട്ടായിരിക്കും. അതുകൊണ്ട് ഇത് മഴ തിരിഞ്ഞു കഴിഞ്ഞാലും പോകത്തില്ല. അതിപ്പോൾ നമ്മൾ ഏത് പ്ലാന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബൊഗൺവില്ല പ്രത്യേകിച്ച് മഴ തിരുന്നാൽ ചീഞ്ഞു പോകുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുണ്ട്. ഇതൊക്കെ ഒത്തിരി സെൻസിറ്റീവായിട്ട് ഹൈബ്രിഡ് വെറൈറ്റികൾ വന്നതാണ്. ഫയർ ഓപ്പൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമ്മളിപ്പം മഴ തന്നെ ഇരിക്കുന്ന പ്ലാന്റുകളാണ്. 2 വർഷമായതാണ്. അപ്പം ഇത് ഈ മിക്സ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസിൻ്റെ എഫക്റ്റൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫംഗസ് ബാധയൊക്കെ വളരെ കുറവായിരിക്കും. വെള്ളം ഒട്ടും കെട്ടി നിൽക്കുകയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സോ എന്ത് പ്ലാന്റ്സ് ആണേലും നമുക്ക് നിറയെ റൂട്ടുമായിട്ട് സാധാരണ ഇപ്പം നമ്മളൊരു മിക്സ് വെച്ച് കഴിഞ്ഞാൽ ആ മിക്സിനകത്ത് റൂട്ട് വളരെ കുറച്ചേ കാണുകയുള്ളൂ. ബാക്കി മൊത്തം വെള്ളവും ചള്ളയായിട്ട് കിടക്കും. ഇതെന്ന് പറയുമ്പോഴത്തേനും ഫുള്ള് റൂട്ട് തന്നെയായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ ഒട്ടുമിക്കതെന്നല്ല, എല്ലാ പ്ലാന്റും നമ്മൾ എല്ലാ പ്ലാന്റും ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി. ഇതൊന്നും സാധാരണഗതിയിൽ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന പ്ലാന്റുകളാണ്. നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക്. പിന്നെ രണ്ടാമത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെയിറ്റ് കുറവാണ്. ഇപ്പൊ ടെറസിലൊക്കെ വെക്കുന്നവർക്ക് ഏറ്റവും വെയിറ്റ് ഒട്ടുമില്ല. വെയിറ്റ് കുറവ്. സിമ്പിൾ ആയിട്ട് സാധാരണ ഗതി ഇപ്പൊ മണ്ണാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. അത്രയും വെയിറ്റ് കുറവുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്.
വെയിറ്റ് കുറവുകൊണ്ട് പിന്നെ വെള്ളം കെട്ടി കിടക്കുകയില്ല. അത് രണ്ടും നല്ല അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേനക്ക് നല്ല കൊടും വേനക്ക് മാത്രം നമ്മൾ ഒരിച്ചിരി ശ്രദ്ധിക്കണം. കാരണം ഈ മിക്സ് ഡ്രൈ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രം ഒന്ന് ഒരു 2 പ്രാവശ്യം വെള്ളം ഒഴിക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചെടികളൊന്നും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. ബോഗൺവില്ല പിന്നെ നമ്മൾ കുറെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതുണ്ട്. ഇതിപ്പം ഉണ്ട്. റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ജബോട്ടിക്കാവേ നിറയെ കായ്ച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഇതിൽ തന്നെ കായ്ക്കും. അപ്പൊ ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ തന്നെ നമ്മള് എനിക്ക് ഒരു നാടൻ വെറൈറ്റി ആയത് ഇതുണ്ടോ. നാടൻ വെറൈറ്റി പക്ഷെ നല്ല ഇതിപ്പോ വേനൽ തീരാറായത്. നല്ല സൈസുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൾബറി വെറൈറ്റി. ഇത് നാടനാണ്. പക്ഷെ സാധാരണ നാടൻ ഇത്രയും കായ്ക്കുകയില്ല, ഇത്രയും ഇതും കിട്ടുന്നതല്ല. അല്ല സാർ, ഒരു സംശയം കൂടി. ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ അല്ലാണ്ട് നമ്മുടെ നാട്ടില് തൃശ്ശൂർ ഭാഗത്തൊക്കെ നമ്മൾ കൊണ്ടുപോകണമെങ്കിലും കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ? ഇല്ലില്ല, ഓൾ ഇന്ത്യ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരിടത്തും പ്രശ്നമില്ല. വളരെ സ്വീറ്റ് കഴിച്ചു നോക്കിയാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള മൾബറിയാണ്. നല്ല മധുരമുണ്ട്. ഇത് ആവറേജ് ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടായി ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ്. ഇവിടെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. മറ്റേ സബറായക്കാളിൽ ഇച്ചിരി കൂടെ പുളി ഉണ്ടെന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മനില ടെന്നീസ് ബോൾ ചെറി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. പക്ഷെ അത്ര ടേസ്റ്റി ഒന്നുമല്ല, കാണാനുള്ള ഒരു ഭംഗിക്ക് മാത്രം വെച്ചാൽ മതി. ഇതിങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്ന വലിയൊരു ഉണ്ടോ, നിറയും കായ്ക്കും. ഒരു ബോൺസായി ഒക്കെ പോലെ കാണാനുള്ള ഒരു രസത്തിന് വെക്കാം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉള്ളതല്ല. ഇത് വൈറ്റ് മൾബറി. ഇത് നിറയെ കായ്ക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൾബറിയിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണിത്. വൈറ്റ് മൾബറി. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വള്ളിച്ചെടികളൊക്കെ കയറ്റാനായിട്ട് ഇങ്ങനെ ഈ വെർട്ടിക്കൽ ഫ്രെയിം വളരെ ആരും ചെയ്യാത്തൊരു സംഭവമാണ് ഇത്. അങ്ങനെ ഇത് നമ്മൾ നെറ്റിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പൊ ഇതുണ്ടോ, ഫാഷൻ ഫ്രൂട്ടൊക്കെ നിറയെ കാഴ്ച കിടപ്പുണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടിൽ ഈ പന്തൽ മൂടാൻ വലിയ സൗകര്യമൊന്നും ഇല്ലാത്തവർക്ക് വളരെ ഇതിപ്പോ നമ്മൾ കുറെ പ്ലാന്റുകൾ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. ചുരുങ്ങിയ സ്ഥല സൗകര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ചുമ്മാ ഇതാല് നമ്മുടെ തണ്ണിമത്തം കയറ്റി വിട്ട ഈ ചവിത്തിന്ന് വന്നതിന്റെ കായ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം നന്നായിട്ട് കായ്ച്ചു കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒപ്പം ഈ വളമായിട്ട് എന്താ നമ്മൾ കൊടുക്കുന്നത്? വളമായിട്ട് നമ്മൾ സാധാരണ DAP പൊട്ടാഷ്യം മൈക്രോന്യൂട്രിയൻസോട് മിക്സ് ചെയ്തിട്ട് അത് ഒരു 5 ഗ്രാം 10 ഗ്രാംസ് ഇതിനൊക്കെ ഒരു 10 ഗ്രാംസ് വെച്ച് ഒരു 10 ദിവസം കൂടുമ്പോൾ കൊടുക്കണം. വളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ഈ ഡ്രെയിനേജിലൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ വളം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ചെടി നമുക്ക് ശരിക്കും ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് കിട്ടത്തില്ല. ഇതും തണ്ണിമത്തനാ. ഇതുണ്ടോ, ഇന്ന് കായ്ക്കും, നിറയും കായ്ക്കും. നമ്മൾ വളം ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ കിട്ടും. ഇത് നമ്മൾ കോവലത് വേനലായിരുന്നുകൊണ്ട് അത് ഇങ്ങനെ നിൽക്കുന്ന കായ്ച്ചോളും. അല്ല, നമ്മൾ ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇതുണ്ട്. ഇതിപ്പോ ഒരു ക്രീപ്പർ റോസ് ആണ്. വേനലായതുകൊണ്ടാണ് പൂവില്ലാത്തത്. ഇനിയിപ്പോ അപ്പോൾ അത് വെർട്ടിക്കൽ ഫ്രെയിമേ കയറ്റിയ, പക്ഷെ അത് ഒത്തലൊന്നും നിൽക്കുന്ന സംഭവമല്ല, കുറെ വൈഡായിട്ട് വളരുന്നതാണ് ഒന്നും. ഇത് ഒരു വിദേശ പ്ലാന്റാ, ബെർഗൻഡിക്യൂ എന്നും പറഞ്ഞ ഒരു വിദേശ പ്ലാന്റാ. ഇത് ഫ്ലവർ ഉണ്ട്, പക്ഷെങ്കിൽ അടുത്ത് വന്നാലേ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഇതിന്റെ ഫ്ലവറിങ് കഴിഞ്ഞ സമയമായത്. നിറയും പൂക്കുന്ന ഭയങ്കര ഭംഗിയായത്. സീസണിലല്ല, എപ്പോഴും പൂത്തോണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാ ഐപ്പോമിയ എന്ന് പറഞ്ഞ. ഇത് നിറയും മൊത്തം കവർ ചെയ്ത് പൂ വരുന്ന. ഇപ്പം ഈ വേനലിന്റെ ആ ഒരു ഇതിലിങ്ങനെ മരച്ച് നിൽക്കുകയായിരുന്നു.
ഇപ്പോൾ ഇത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ ഇപ്പോൾ ഒരു 3-4 മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ പൂക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിറയെ ബഡായിട്ട് ഇതെന്നു വെച്ചാൽ ഇങ്ങനെ ഈ വെർട്ടിക്കൽ ഫ്രെയിമിൽ കയറ്റുന്നതുകൊണ്ട് നമുക്ക് സ്പേസ് കുറച്ച് മതി. അപ്പം എത്ര വള്ളിച്ചെടികൾ കയറ്റാം. ഇപ്പം സാധാരണ വള്ളിച്ചെടി കയറ്റാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്പേസ് വേണ്ടത്. ഇത് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ട് ചെയ്ത വെറൈറ്റി ക്രീപ്പർ റോസ. പ്രത്യേകത മുള്ളു വളരെ കുറവാണ്. അതുകൊണ്ട് അത് വിത്ത് കയറ്റിയിട്ടുണ്ട്. അത് നിറയെ പൂക്കും. ഇതുണ്ട്. ഇതിപ്പോൾ ഒരു മുല്ലയുടെ ഒരു വെറൈറ്റി. ഇതുവരെയും പൂത്തില്ല. ഒരു 2-3 വർഷമായതാ. പക്ഷേ ഇത് പൂക്കുമായിരിക്കും. നമ്മുടെ ക്ലൈമറ്റിൽ അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു പൂക്കുന്നത്. പിന്നെ ഇതുണ്ട്. പയറൊക്കെ നമുക്ക് ഇതുപോലെ കയറ്റി വിടാം. ഈ പറ്റി ഇത് കായ്ക്കും. നന്നായിട്ട് കായ്ക്കും. ഇതിപ്പോൾ മാവ് ചെറിയൊരു നിറയെ കായ്ക്കും. മാവ് നമുക്ക് ഈ മിക്സിനകത്ത് നന്നായിട്ട് കായ്ച്ച് കിട്ടും. ഇത് മല്ലിക. മല്ലിക ആണെന്നാ പറയുന്നത്. എനിക്ക് എന്നെ കുറിച്ച് മല്ലിക എന്ന് തോന്നുന്നു. ഞാനതിന് മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇതുകൊണ്ട് നമ്മുടെ ഏലം ഞാൻ ചട്ടിക്കകത്ത് വെച്ച് ഏലം ചട്ടിക്കകത്ത് കായ്ച്ചു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടെറസിൽ ഏലവും കായ്പ്പിക്കാം. ഇതുണ്ട്. ഇതിനിപ്പം ചരവ് കിട്ടും. ഇതുണ്ട്. ഇതേല ഈ കായ ഉണ്ടാകുന്നത്. അപ്പോ നമുക്ക് ചട്ടിയിൽ വെച്ചാലും ഏലം അത്യാവശ്യം കായ്ക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ ബൊഗൺവില്ലയൊക്കെ നടുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റൂട്ടായിരിക്കും. അതിപ്പോൾ ഏത് പ്ലാന്റ് എടുത്താലും അതുപോലെ റൂട്ടായിരിക്കും. കെട്ടത്തില്ല. അതുണ്ടോ? ഇതാണ് ഈസി പോട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് മഴയത്ത് വെച്ച് കഴിഞ്ഞാലും ഉണ്ടോ ഈ ഒരു കണ്ടീഷനുള്ള ഒരു റൂട്ടിങ് വേറെ ഒരു മിക്സിനകത്തും കിട്ടത്തില്ല. വളരെ ഇതുണ്ടോ, യൂസ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ചെടി റീപോർട്ട് ചെയ്യണമെങ്കിൽ ബൊഗൺവില്ല ഇങ്ങനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ബൊഗൺവില്ല ഏത് മഴയത്ത് ഇരുന്ന് കഴിഞ്ഞാലും വേര് ചീഞ്ഞ് നശിച്ചു പോകത്തില്ല. ഇപ്പോൾ സാധാരണ പൂനെന്നൊക്കെ വരുന്ന വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പം നമ്മൾ ഈ ചെടി നടുമ്പോഴേ സാധാരണ എല്ലാവരും അടിയിൽ കുറേ വാരിയിടുന്നു. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കിട്ടും. ഇതുപോലെ റൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൊഗൺവില്ല എത്ര വർഷം കഴിഞ്ഞാലും നശിച്ചു പോകത്തില്ല. അപ്പം നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഇതിൻ്റെ അടിയിൽ മിക്സ് ഇട്ട് കൊടുക്കും. എല്ലാവരും അടി മിക്സും കല്ലും മണ്ണും എല്ലാം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒന്നും ചെയ്യണ്ട. നേരെ ചട്ടി എടുക്കുക, ഈ ചെടി നേരെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചാൽ നമ്മൾ ഈസി പോട്ടിട്ട് ആ സൈഡ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഞെട്ടിയൊന്നും നമുക്കെൻ്റെ കാര്യമില്ല. കഴിഞ്ഞ പരിപാടി. ഇപ്പം നമുക്ക് ഇതിനകത്ത് വേറൊന്നും മിക്സ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഇത് റെഡി ടു യൂസ് ആണ്. അത് വേറൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ചട്ടി സെലക്ട് ചെയ്യുമ്പോഴും ഓവർ സൈസിലോട്ട് പോകാതിരിക്കുക. ഏത് പ്ലാന്റ് വെക്കുമ്പോഴും നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് അങ്ങ് നന്നായിട്ട് വളർന്നോട്ടെന്ന് ഓർത്ത് ഇത്രയും വലിയ ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച കുറവായിരിക്കും ശരിക്കും. നമുക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഇത് നല്ലപോലെ ഇറക്കി വെക്കാവുന്ന ഒരു ചട്ടി എടുക്കുക. കാരണം കൂടുതലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം കമ്പോസ്റ്റ് ആയിട്ട് ചെള്ളയാകത്തേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പം. അപ്പോൾ ഒത്തിരി വലിയ ചട്ടിയിലോട്ട് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് ഒരു 6 മാസത്തിനും വളരാനുള്ള വലിപ്പം ഈ ചട്ടിക്കുണ്ട്. അതിനകത്ത് നട്ടാൽ മതി. കണ്ടോ? വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു പ്രശ്നമില്ല. വെള്ളം ഒഴിച്ചാലും ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടന്ന ചെടി പോകത്തില്ല. നമ്മൾ ഇതിനകത്ത് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈ ആവശ്യമില്ലാതെ ഓവർ വലിപ്പത്തിലുള്ള ചട്ടിയിലോട്ട് പോകാതിരിക്കുക. അടിയിലൊന്നും ഇടണ്ട. ഹോളുള്ള ഇത് മാത്രം.
എല്ലാ സൈഡും ഫില്ല് ചെയ്തിട്ട് വല്ലാണ്ട് അമർത്താനും വേണ്ട, വെറുതെ ഒന്ന് ഒന്ന് ചുമ്മാ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അതൊന്ന് എല്ലായിടത്തും ഒന്ന് എത്തി നിന്ന് ഉറപ്പാക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ഇട്ട് ഞെക്കി ഉറപ്പിച്ച് ഈ ഒരു ഇതിൽ കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഏത് മഴയത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു പ്രശ്നവും വരുത്താൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അത് ആ റൂട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വരണം. റൂട്ടുള്ള അതിപ്പോൾ നമ്മുടെ മിക്സ് തന്നെയല്ല, ഏത് മിക്സ് ആണേലും ഈ ഒരു കണ്ടീഷന് കിട്ടണം. കാരണം ഇതുപോലെ നല്ല റൂട്ടുള്ളതാണേലേ മഴയത്ത് നിന്നാൽ പോകാതിരിക്കുള്ളൂ. അതിപ്പോൾ നമ്മുടെ മിക്സ് മാത്രമല്ല, അതിപ്പോൾ ഏത് മിക്സ് ആണേലും അത് അത് എന്നാ ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടത്തരമാണ്. വലിയ ചട്ടിയിലോട്ട് കുഞ്ഞു പ്ലാന്റ് കൊണ്ടേ വെക്കും. അതിപ്പോൾ മണ്ണ് ഇട്ടാൽ എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ആ മണ്ണെല്ലാം ഉറച്ചു പോകും. അതുകൊണ്ട് ചെറിയ ചട്ടികളിൽ എപ്പോഴും ഇതിപ്പം വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് വലിയ ചട്ടിയിലോട്ട് വെക്കുക. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു സൈസിൽ എത്തിക്കുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് നമ്മുടെ മണിമുല്ല എന്ന് പറഞ്ഞൊരു പ്ലാന്റാ. മണിമുല്ല മഴ തുരുണ്ടിയാടി 1500 രൂപയ്ക്ക് മേലെ വേണ്ടി വരും. ഇത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ഒത്തിരി പഴക്കമുള്ളതാണ്. ഇതിൻ്റെ പഴക്കം പറയാൻ പറ്റിയില്ല. അതുപോലെ പഴയ ഞാനൊരു വെട്ടിയിട്ടിരുന്ന ഒരു കുറ്റി എടുത്ത്, ഒത്തിരി പഴക്കമുള്ള ഒരു കുറ്റി എടുത്ത് ഞാൻ ചട്ടിക്കകത്താക്കി എടുത്തതാണ്. നമുക്ക് ഈ 2 വർഷം കൊണ്ട് തന്നെ ഇങ്ങനെ ബോളായി കിട്ടി. ആൾക്കാർക്കൊരു ധാരണയുണ്ട് ഈ ബൊഗേൺവില്ല വളരെ പരിചരണം വേണ്ട, വെള്ളം വേണ്ട, വളം വേണ്ട എന്ന ഒരു പ്ലാന്റാണ്. പക്ഷെ ഒരിക്കലുമല്ല. ഇത് നന്നായിട്ട് വെള്ളവും വേണം, വളവും വേണം. വളം കണ്ടിന്യൂസ് ആയിട്ട് വളം ഇട്ട് കൊടുക്കേണ്ടതാണ്. നല്ലപോലെ ഇതിപ്പോ നമുക്ക് ഈ സീസണിലെ 3 പ്രാവശ്യം പൂവുണ്ടായത്. ഇതിപ്പോ 3ാമത്തെ ഫ്ലവറിങ്. ഇതുണ്ട് 2 ട്രിപ്പും പോയിട്ട് ഇപ്പം 3ാമത്തെ ആയത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്ലവർ കിട്ടും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൂ വരുന്നതിന് മുമ്പ് ഒരു മാസം നന കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കണം. ഇല്ലെങ്കിൽ ഈ പൂവിന്റെ ലൈഫ് കുറഞ്ഞു പോകും. ഇതൊക്കെ ഇപ്പം പൂ പോയതാ. ഇനിയിപ്പോൾ അടുത്ത ഒരു ഫ്ലവറിങ് തുടങ്ങി. ബൊഗൺവില്ല നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ വേനൊക്കെ എത്ര വേനലായാലും അതിനൊരു പ്രശ്നവുമില്ല. വെയിൽ കൂടുന്നതനുസരിച്ച് ഫ്ലവർ കൂടുതല. ഇത് നമ്മൾ ആദ്യം നമ്മുടെ ഈ സിപ്പോർട്ട് മിക്സിനകത്ത് ആദ്യം നമ്മളിവിടെ പ്ലാന്റ് ചെയ്ത കറക്റ്റ് 3 വർഷമായ പ്ലാന്റായത്. നോർമലി വലിയ എഫേർട്ട് ഇല്ലാതെ ഇതുപോലെ വളർന്ന് കിട്ടത്തില്ല. കാരണം അതുപോലെ ഈ നഴ്സറിക്കാർ ചെറിയ കവറിനകത്തൊക്കെ ഒത്തിരി രാസവളമൊക്കെ ഇട്ട് വളർത്തിയെങ്കിൽ മാത്രമേ ഇതുപോലെ വളർന്ന് കിട്ടൂ. ഇതിപ്പോൾ 3 വർഷം കൊണ്ട് ലോഗൻ എന്ന് പറഞ്ഞ പ്ലാന്റാ. ലോഗന് ഫ്രൂട്ട് പ്ലാന്റാ. പക്ഷെ കായ്ച്ചില്ല. എൻ്റെ ചട്ടിക്കകത്ത് കായ്ക്കുമൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും വെച്ചു, നന്നായിട്ട് വളരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ ആദ്യം വെച്ച കൂട്ടത്തിലുള്ള ജബോട്ടിക്ക സബാറ വെറൈറ്റി. ഇത് കറക്റ്റ് 3 വർഷം കൊണ്ട് നമുക്ക് കായ്ച്ചു കിട്ടി. ഇതിപ്പോൾ 3ാമത്തെ കായ. ഈ സീസണിൽ തന്നെ 3 പ്രാവശ്യം കായ്ച്ചു. ഇപ്പോഴും കായ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൈഡ് കണ്ടോ നിറയെ കായ്ച്ചു ഇപ്പോൾ ഉണ്ട്. സാധാരണ 3 വർഷം കൊണ്ട് കായ്ക്കുക എന്നാ പറഞ്ഞത്. എനിക്ക് എന്തോ 3 വർഷം കൊണ്ട് കായ്ച്ചു കിട്ടി. സാധാ DAPയും പൊട്ടാഷും മൈക്രോന്യൂട്രിയൻസും കൂടെ. പക്ഷെ പൊട്ടുന്നുണ്ട്. മഴ പെയ്തപ്പോഴത്തേനും ഇതിന്റെ കാ പൊട്ടുന്നുണ്ട് കേട്ടോ, പൊട്ടിപ്പോകുന്നുണ്ട്. ഒത്തിരി സ്ഥലം പടന്നു കയറാൻ വേണ്ടി ഒരു പ്ലാന്റാ ജേഡ് വൈൻ എന്ന് പറഞ്ഞ റെഡ് ജേഡ് വൈന്. നമ്മൾ കഴിഞ്ഞ വർഷം ഇത് നന്നായിട്ട് പൂത്താ. ഇതിപ്പോൾ നമ്മുടെ ആ വെർട്ടിക്കൽ ഫ്രെയിമിൽ കയറ്റിയിരിക്കുന്ന നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. അത് ചുമ്മാ ഇതുപോലെ ഒരു ഈ നമ്മുടെ വെൽഡ് മെഷ് ഉണ്ടല്ലോ, വെൽഡ് മെഷ് ചുമ്മാ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചട്ടിക്കകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ചെടി നട്ടാൽ മതി. അത്രേ ഉള്ളൂ. വലിയ പണിയൊന്നുള്ള സിമ്പിളായിട്ട്. അതുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഇത് ബെൻഡായി പോകും. ഈ ഒരു ഷേപ്പ് മാത്രം നോക്കുക. പിന്നെ ആ ഒരു ഷേപ്പിൽ എടുത്ത് വെച്ച് ഇത് വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് വേറെ ആരും അത് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, നമ്മുടെ കൃഷിക്കാരെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇത് പുറം ലോകം അറിയുന്നില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഒത്തിരി നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ ഈ കൃഷിയിൽ ഒത്തിരി കണ്ടുപിടുത്തങ്ങളും. കാരണം ഇപ്പം ഇവിടെ ഈ ഏലം ഗവേഷണക്കാരുണ്ടായിട്ട് നമ്മുടെ ഞള്ളാനി ഏലം പോലെ ഒരു ഏലം ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതൊരു കൃഷിക്കാരൻ കണ്ടുപിടിച്ചതാണ്. അതിപ്പം ഈ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നൊരു ഇനവും ഏറ്റവും ഈൽഡ് ഉള്ളതുമാണ് ഈ ഞള്ളാനി ഏലം. അത് കൃഷിക്കാരൻ കണ്ടുപിടിച്ചതാണ്. ഈ വലിയ സയന്റിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഇതുവരെ നല്ലൊരു ഇനം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എല്ലാ കൃഷിക്കാരുടെ കഴിവ് ഒരിക്കലും വേറൊരു ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടി. കാരണം അവരുടെ അനുഭവം കൊണ്ടാണ് അവർ ഗവേഷണം നടത്തുന്നത്. മറ്റൊരു കുറെ തിയറിയും കൊണ്ട് നടത്തുന്ന അതിന്റെ വ്യത്യാസമുണ്ട്. ഇത് മുന്തിരി കഴിഞ്ഞ വർഷം കായ്ച്ചായിരുന്നു. ഈ വർഷം കായ്ക്കും ഇത്. പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടി. ഇത് നോർമലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. മുന്തിരി എല്ലായിടത്തും ഉണ്ടാവും. ഇത് നിറയെ പൂക്കുന്ന ഒരു ഹവായൻ സൺസെറ്റ് വൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാ. അതിപ്പം പൂവുള്ള സമയമല്ല, നിറയെ പൂക്കുന്ന. അതും കയറി പടരാനായിട്ട് ഒത്തിരി സ്ഥലം വേണ്ടി. നമ്മളത് വെർട്ടിക്കൽ ഫ്രെയിമിൽ കയറ്റി വിട്ടുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്ക് ഇവനെ വളർത്തിയെടുക്കാൻ പറ്റും. ഈ വള്ളിയൊക്കെ ഒന്ന് പിടിച്ചു വിത്താലൊന്ന് കെട്ടിക്കൊടുത്തേച്ചാൽ മതി. ഇതിന് ഒരു ഇച്ചിരിയുടെ വേനൽ വേണം. കാരണം ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോയിട്ട് നിറയെ പൂത്ത് കിട്ടും. വെച്ചതാ കുറ്റിക്കുരുമുളക് മണ്ടയിലോട്ട് വളരാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ഫ്രെയിം വെച്ച് കൊടുത്താൽ ഇപ്പോൾ 10 അടി പൊക്കത്തിലായി. ഇപ്പോൾ അത് ഇതിന്റെ മണ്ടയിലോട്ട് ഇനിയും വെച്ച് കൊടുത്താൽ ഇനിയും പൊങ്ങും. ഇതുണ്ട്. ഇതിപ്പോ ഈ തിപ്പലിയായത്. ഈ തിപ്പലിയെ നമ്മൾ അതിന്റെ ചോട്ടിൽ നിന്ന് പൊട്ടി വന്ന തിപ്പലി നമ്മളത് കളയാതെ വെച്ചിരിക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്. നമുക്ക് ഇതിപ്പം ആ കമ്പനി നമ്മൾ പിന്നെയും ബഡ് ചെയ്താ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഈ ഇതിലെല്ലാം വേനലായതുകൊണ്ട് ചെയ്യാൻ നമുക്കിത് ചെയ്തിട്ട് ഇനി ഇതിൽ കൂടുതൽ തണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. നിറയെ കഴിക്കും. നാടനല്ല, ഇത് ഹൈബ്രിഡ് വെറൈറ്റി. നമ്മുടെ ഈ മിക്സിനകത്ത് വെച്ചാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്. അതുപോലെ നിറയെ സിമ്പിളായിട്ട് ഇത് ലെഗസ്റ്റോമിയ എന്ന് പറഞ്ഞൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. സീസണിലാന്ന് തോന്നുന്നു. ഇപ്പൊ ആദ്യമായിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് പൂത്തത് ലെഗസ്റ്റോമിയ. പക്ഷെ നല്ല ഭംഗിയാട്ടോ. നിറയെ ഇതിപ്പോ 1 വർഷമായതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വെച്ചതാ. പക്ഷെ ഇതിങ്ങനെ ബുഷായിട്ട് നന്നായിട്ട് പൂക്കുന്ന. മണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഹെവി ആയിട്ട് പൂക്കേണ്ടതാണ്. ഉണ്ട്. പക്ഷെ നല്ല കൊലകൊലയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ 2-3 കളർ ഉള്ളതാണ്. ഇതിപ്പോ ഇതിന് റെഡാ, വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്. റോസയുടെ കാണിക്കണ്ട. ഇതുണ്ട്. ഇതിപ്പോ ഏതാ വെറൈറ്റി ടാഗ് പോയി. നിറയെ കൊലയായിട്ടുണ്ടാകുന്ന ഒരു വെറൈറ്റിയാ. പക്ഷെ ഇത് ഫ്ലവറിങ് 2-3 ടൈമായിട്ട് ഇതുണ്ട്. ഒരു കൊലയിൽ തന്നെ കുറെ ഏതാ വെറൈറ്റി എന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഇതിപ്പം പല പ്രാവശ്യമായിട്ട് പൂക്കുന്നുണ്ട്. ഓൾ സീസൺ അല്ല, വേറെന്തോ മാവാണ്. നമുക്കിത് നന്നായിട്ടേ ഇത് ഇച്ചിരി സ്പേസ് കൊടുക്കായിരുന്നു ഈ വർഷം തന്നെ കായ്ച്ചനെ. വളരെ ഹെൽത്തി ആയിട്ടേ നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ വേണ്ട. ഇത് റൂട്ട് കണ്ടോ? അതിനകത്ത് ഇന്നലെ രാത്രി മൊത്തം മഴ പെയ്ത ഒരു തുള്ളി വെള്ളം കെട്ടിക്കിടപ്പുണ്ടോന്ന് നോക്കി. അങ്ങനെ ആ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുന്നോണ്ടാ ഇതുപോലെ വളരുന്നത്. മഴയത്ത് ഒരു ചെടിയും വെള്ളം കെട്ടിക്കിടന്ന് പോകത്തില്ല. അതിപ്പോ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണേലും ഏത് പ്ലാന്റ് ആണേലും പോകത്തില്ല. ചെടികൾ നമുക്ക് സെയിൽ നമ്മൾ ഇതുപോലെ വലിയ ഇൻഡോർ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ പുതിയ ഓഫീസും അതുപോലെ ഈ ഹൗസ് വാമിങ്ങിനൊക്കെ ആൾക്കാർക്ക് വലിയ പ്ലാന്റുകൾ വേണം. ഇപ്പൊ നഴ്സറികളിൽ സാധാരണ ഇങ്ങനെ വലിയ പ്ലാന്റുകൾ കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് സെയിലുണ്ട്. ഓൺലൈനായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇവിടെ വരുന്നവർക്ക് അയച്ചു കൊടുക്കുന്നു. കട്ടപ്പന ഭാഗത്ത് വരണമെങ്കിൽ ഇവിടെ വന്നു നമുക്ക് എന്തായാലും കൊണ്ടുപോകാം. പിന്നെ തീർച്ചയായിട്ടും ഇത് ഒരു നഴ്സറിയിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള
പ്ലാന്റുകൾ കിട്ടത്തില്ല. ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ നല്ല പ്ലാന്റുകൾ, വലിയ പ്ലാന്റുകൾ വേണ്ടിയവർക്ക്, വലിയ ഓഫീസ് സ്പേസിനും അതുപോലുള്ളതിനൊക്കെ വലിയ പ്ലാന്റ് ഉണ്ട്, പനയൊക്കെ ഇങ്ങനത്തെ ഒക്കെ. കഴിഞ്ഞപ്പോഴത്തേനും ഞാനെടുത്ത് മണ്ണിലോട്ട് വെച്ചിട്ടുണ്ട്, കഴിച്ചെടുക്കുന്നുണ്ട്. ഇത് വൈറ്റ് ഞാവല്. ആ, അത് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇതുണ്ടോ, കൊലകൊലയായിട്ട് ഇത്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ആ, ഇത് വെച്ച് പിടിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു ഫ്രൂട്ടാണ്. ഇപ്പോൾ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ പകുതി ഒന്നിനും കൊള്ളത്തില്ല. ഈ വൈറ്റ് ഞാവല് നമുക്ക് അത്യാവശ്യം കഴിക്കാൻ കൊള്ളാവുന്ന നല്ല ഫ്രൂട്ട്. ആ, റോസ് ആണെങ്കിലും നമ്മുടെ മിക്സിനകത്ത് വെച്ചതിൻ്റെ പ്രത്യേകത ഉണ്ടോ. നമ്മളിപ്പോൾ സാധാരണ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വേരൊന്നും കിട്ടത്തില്ല. ആ, അത് ഫുൾ റൂട്ടാ. ആ, റോസ് എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ ഒരു മാസം കൂടി എടുക്കും. ആ, ഇനിയിപ്പോൾ പ്രൂൺ ചെയ്ത് എല്ലാം ഫ്ലവറായി വരണം. ആ, ഇപ്പോൾ നമ്മൾ അയക്കുന്നത് ഇതുപോലെ 50 കിലോ ബാഗ് അയക്കുന്നത്. ഏറ്റവും കൂടുതൽ അപ്പം റേറ്റ് കുറഞ്ഞപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ 50 കിലോ വാങ്ങുന്നത്. ഈ 50 ആണെങ്കിലും 10 ആണെങ്കിലും ട്രാൻസ്പോർട്ടിങ് ചാർജ് സെയിമാണ്. അതുകൊണ്ട് ഇപ്പോൾ 50 ലാഭം. 50 നമുക്ക് 1500 രൂപയ്ക്ക് നമുക്ക് ഓൾ കേരള ഡോർ ഡെലിവറി അല്ല, ഡോർ ഡെലിവറിക്ക് അവർ എക്സ്ട്രാ ചാർജ് മേടിക്കും. ആലപ്പി പാഴ്സൽ സർവീസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ ബുക്ക് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിപ്പോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പം. ഇതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇത് ഈ മണ്ണ് കട്ടയാകത്തില്ല. ഇതിങ്ങനെ ഈ വുഡിന്റെ ചിപ്സ് ഉള്ളതുകൊണ്ട് കട്ടയാകത്തില്ല. ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. ഇത് വേറെ ഒന്നും മിക്സ് ചെയ്യാൻ വേണ്ട, നേരെ ഇട്ടാൽ മതി. ആ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഫർണിച്ചർ ഷോപ്പാണ്, അപ്പം തിരക്കാണെങ്കിൽ എടുക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരികയില്ല. അപ്പം മെസ്സേജ് ഇട്ടാൽ മതി. ഇത് വാട്സപ്പ് നമ്പർ തന്നെയാണ്, മെസ്സേജ് ഇട്ടാൽ മതി.